നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഈസി ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ്, ഒരുപാടൊന്നുമില്ല, ഒരു അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ക്യാപ്സിക്കം, അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു തക്കാളി, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഹെർബ്സ് ഉണ്ട് കേട്ടോ. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു തരം 2-3 തരം ഇല ഉണങ്ങിയതാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എരിവിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേറെ ഇനി പുളിയൊന്നും വേണ്ട, കാരണം തക്കാളിക്ക് തന്നെ ആവശ്യത്തിൽ പുളിയുള്ള കാരണം വേറെ എക്സ്ട്രാ പുളിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. അപ്പോൾ 3 എണ്ണത്തിലും ഇതുപോലെ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ മിക്സിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഓരോന്നിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇനി കുറച്ച് ചീസാണൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ചീസും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സ്ലൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ചീസ് മേടിച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ചീസ് എല്ലാത്തിൻ്റെയും മുകളിലിട്ടിട്ട് ഇനി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 2 സ്ലൈസ് ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ടോസ്റ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള സൈഡ് ആ ചീസൊക്കെ ഇരുന്ന് മെൽറ്റായിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 1.5 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ വെജിറ്റബിൾസിനൊക്കെ ഒരു ചെറിയൊരു വാടൽ പോലെ വന്നിട്ട് ആ ഒരു റോ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നടുക്ക് ആ വെള്ള ഒരു പോർഷനിൽ മാത്രം നടുക്ക് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്വയർ പീസ് കളയരുത്, കാരണം നമുക്കിത് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സ്ക്വയർ പോർഷൻ പോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ഇതിലേക്കുള്ളൊരു ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾ മിക്സിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നപ്പോൾ ഞാനിതിൽ 2 സ്ലൈസ് ഇതുപോലെ നടുഭാഗം സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കുള്ള ഭാഗത്തേക്ക് നമ്മുടെ ആ മുട്ടയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഫില്ലാവണ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസാണ്. അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസോ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒറ്റ സ്ലൈസ് വെക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ ഒരു മുട്ടയുടെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ഏകദേശം റെഡിയായി വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ശരിക്കും വേറൊരു പുറം ഭാഗം കാണാനായിട്ടും ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു നടുഭാഗം മാത്രം ആ ക്യാപ്സിക്കത്തിൻ്റെ ആ പച്ച കളറൊക്കെ നടുക്ക് ഇരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.